സോ ഹായ് ഗായ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ പാർട്ട് 2 ആണിത്. അപ്പം എൻജിഎൽ മെസ്സേജസിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അതുകൊണ്ട് തന്നെ നിർത്ത് എന്നാരും ഇവിടെ പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഒരു മെസ്സേജിനെ കുറിച്ച് ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒരുപാട് മെസ്സേജസ് ഉള്ളതുകൊണ്ട് ഈ വീഡിയോ കുറച്ചുകൂടെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ ശ്രമിക്കും. അപ്പം ബാക്കി എൻജിഎൽ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ കളർ കഥയിലെ ചേച്ചി ഉള്ള കൽവ് റീല് കണ്ട് ഫോളോ ചെയ്തതാ, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ ആക്ടിങ് ആയിരുന്നു. ഐ മൂവ്മെന്റ്സ് ഒക്കെ. പിന്നെ ചേച്ചിയുടെ പ്ലേസ് എവിടാ? ഓക്കെ, ഞാൻ പ്ലേസ് കഴിഞ്ഞ വട്ടം വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ കോഴിക്കോടാണ് എൻ്റെ വീട്. പിന്നെ കളർ കഥ ഇസ് ലൈക്ക് എനിക്ക് ഈ ഒരു ലെവൽ ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കി തന്നത് കളർ കഥ ടീമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ഇൻ ദാറ്റ്. അതിലിപ്പം വിജയ് ആണെങ്കിലും ഇർഫാൻ ആണെങ്കിലും വൈഷ്ണവ് ആണെങ്കിലും എല്ലാവരും എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എനിക്ക് അവരോടുള്ള വർക്കേഴ്സ് വെരി വെരി ഹാപ്പി. നമ്മൾ ഒരു 2-3 വർക്കാണ് നമ്മൾ ഒന്നിച്ച് ചെയ്തത്. അതിൽ ഓരോ വർക്കും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്തത്. എനിക്കൊരു വർക്കിന് പോയി ഒരു ഷൂട്ടിന് പോയി നിൽക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ എടാ വാടാ പോടാ ആ സാധനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്. സോ കഥയുടെ പുതിയ ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ആൻഡ് വെരി ഹാപ്പി ഫോർ ദം. അവർ ഡെയിലി അവരുടെ എഡിറ്റിംഗ് സ്കിൽസ് ആണെങ്കിലും അവരുടെ ഓരോ പെർഫോമൻസ് ആണെങ്കിലും ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. സോ ഭയങ്കര ടാലൻ്റുള്ള കഴിവുള്ള നല്ല പിള്ളേരാണ് അവർ. ഉയർന്നു തന്നെ വരട്ടെ. യുവർ എസ്തെറ്റിക്സ് ആൻഡ് എൻ്റെ എസ്തെറ്റിക്സ് കൊള്ളാം എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ, താങ്ക് യു. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ടൈപ്പ് ഓഫ് ഫാഷൻ സ്റ്റൈൽ സാധനങ്ങളെല്ലാം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അമ്മായിയുടെ സാരി സെലക്ഷൻ ആണ് ഉദ്ദേശിച്ചത് അറിയത്തില്ല. എനിവേ താങ്ക് യു. വാട്ട് ആർ യു ഡൂയിങ് ടുമാറോ? ഓ ഓക്കെ, എനിക്ക് തോന്നുന്നത് കുറേ ലേറ്റായി ഞാൻ റിപ്ലൈ ചെയ്യാൻ. ഇത് എൻജിലിട്ട് അന്ന് ചോദിച്ചതായിരിക്കും. അന്ന് ഞാൻ അതിൻ്റെ തലേദിവസം അല്ല പിറ്റേ ദിവസം ഇങ്ങനെ പരീക്ഷ എന്തോ ആയിരുന്നു തോന്നുന്നു. സോറി, ഞാനതിപ്പോൾ മറന്നുപോയി. ഇനിയിപ്പോൾ നാളെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ, വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. ദെൻ വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ സീസണലാണ്. കാരണം പുതിയ ഓരോരോ പാട്ടുകൾ വരുന്നതനുസരിച്ച് എൻ്റെ പ്ലേലിസ്റ്റ് അതിങ്ങനെ മാറി മാറി വരും. അല്ലാതെ ഇന്നൊരു പാട്ടിൽ പ്രത്യേകിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാധനമില്ല. അപ്പം ശരി, നമ്മളൊരു പോയിന്റ് ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അത് മാത്രമായിരിക്കും, അങ്ങനത്തെ സോങ്സ് മാത്രമായിരിക്കും കേൾക്കുക. പക്ഷേ യൂഷ്വലി ഇരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം ലേറ്റസ്റ്റ് സോങ്സ് ഒക്കെ തന്നെ കേൾക്കുന്ന ആളാണ്. ഇപ്പം റീസെൻ്റ്ലി മറ്റേ ബാലൻ മൂവിയിലെ കാറ്റുപോലെ എങ്ങോട്ടാ കാർ പോലെ എങ്ങോട്ടാ ആ ഒരു സോങ് ആണ് ഇപ്പം മൈൻഡിൽ കിടന്ന് ഫുൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുവർ DMs ആർ പ്രോബബ്ലി വൈൽഡ്. ഓ, എനിക്ക് DM-ൽ കോമഡി ആണോ ട്രാജഡി ആണോ എന്തൊക്കെ നടക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഇപ്പോഴത്തെ അത്രയും ഫോക്കസ് ചെയ്യുന്നത് കുറച്ച്, അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു പോയിന്റിൽ ഞാനത് ഭയങ്കരമായിട്ടും അതിനെക്കുറിച്ച് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് അത്രയും ബോധേഡ് അല്ല. ഭയങ്കര മോശമായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര നല്ലതായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, നല്ലത് പറഞ്ഞിട്ട് അവസാനം പിന്നെ നമ്മളെ തിരുത്തി പറയുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, നമ്മുടെ അടുത്ത് ആദ്യം 2-3 വീഡിയോസിനൊക്കെ വന്നിട്ട് കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, യുവർ കോണ്ടൻസ് ആർ സോ നൈസ്, സൂപ്പർ കിടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഒരു റിപ്പീറ്റഡ്ലി മെസ്സേജ് അയക്കും. അപ്പം എനിക്ക് എല്ലായ്പ്പോഴും എല്ലാവരുടെ മെസ്സേജും കണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്നുമല്ല. കാരണം കുറേ നാളായിട്ട് ഞാൻ എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മനസ്സിലാക്കാത്ത ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് നിനക്കിപ്പോൾ ജാടയായി, അഹങ്കാരമായി, അതാണ് ഇതാണ്, നിനക്ക് അങ്ങനത്തെയാണ് ഇങ്ങനത്തെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങറ്റം പറയാൻ തുടങ്ങി. ആൻഡ് മേ ബി ഇവർക്ക് ഡെയിലി വേറെ DMsോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാതിരിക്കുമായിരിക്കും. പക്ഷെ അതേസമയം എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നൊരു വാശി പിടിക്കരുത്. അല്ല, ഇതുപോലെ എനിക്ക് 2 ഇൻസിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരാൾക്ക് റിപ്ലൈ കൊടുത്തു. ആ വീഡിയോസൊക്കെ നൈസ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ റിപ്ലൈ കൊടുത്തു. ആൻഡ് പിന്നീട് ആൾ അയച്ച മെസ്സേജ് 2-3 മെസ്സേജുകൾക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു. ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു, ഞങ്ങൾ എന്താ ലോങ് ടേം ആയിട്ട് പരിചയമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയൊക്കെയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ടേംസ് ആണ് ഇങ്ങനത്തെ ടേംസ് ആണെന്നൊക്കെ പോയി പറയാൻ തുടങ്ങി. അത് പിന്നെ വേറെ ആരോ വഴി, എൻ്റെ തന്നെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് റാൻഡം പേഴ്സൺ ടെക്സ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച ശേഷം വേണോ വേണ്ടോ എന്ന് ഒരുപാട് ചിന്തിച്ച ശേഷം ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഇപ്പം
ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ? ആൻഡ് ഐ ജസ്റ്റ് വണ സേ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ലവ് യു സോ മച്ച്. യാ, ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ടോ വെച്ചാൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. നമ്മൾ കുഞ്ഞിലെ മുതലുണ്ടാവില്ലേ, നമ്മൾ മറ്റേ പെരുന്നാളിന് പോകുമ്പോൾ കുപ്പിവള കിട്ടണം എന്നുള്ള ആഗ്രഹം മുതൽ ഇന്നിപ്പം ഈ പോയിന്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇന്റേണൽ മാർക്ക് കിട്ടിയില്ല എന്നുള്ള സാധനം വരെ എൻ്റെ മൈൻഡിലുണ്ട്. സോ ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടണം. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അധികമായിട്ട് ചില കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ബട്ട് ഇപ്പം ഈ നിമിഷം വരെ എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഭയങ്കര നല്ലതായിരുന്നല്ല, എല്ലാം ഭയങ്കര മോശമായിരുന്നല്ല. പക്ഷെ നല്ലതും മോശവും എല്ലാം നടന്നത് എന്നെ ഇപ്പം ഈ പൊസിഷനിൽ ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കത്തില്ല. ഒരുപാട് മോശമായിട്ടുള്ള എക്സ്പീരിയൻസും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വന്നുകൊണ്ടാണ് അതിനെ തരണം ചെയ്ത് ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നത്. എന്ന് വിചാരിച്ച് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം വന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിപ്രഷനും ആയേനെ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നല്ല നല്ല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് സർപ്രൈസസ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. സോ യാ, നല്ല കാര്യങ്ങൾ ഇനിയും നടക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ മാത്രമല്ല, മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ചാൻസസ് ഉണ്ട്. സോ എന്ത് തന്നെ വന്നാലും നമ്മളത് ഫേസ് ചെയ്യും. Just want to let you know, so proud of you. Make more videos and speak for those who can't. You are making a difference little by little. Yeah. എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് DMs വരാറുണ്ട്. കൂടുതലും എന്താ ലൈഫിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ നമ്മൾ സെൻറ്റിമെൻ്റൽ ലെവലിലുള്ള ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. പിന്നെ ചില ആൾക്കാരുടെ മെയിൽ ഷോവണിസം ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും ഇതൊന്നും വെച്ച് വാഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട്. സോ ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, ചിലതിനൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട്. യാ, ആൻഡ് അത് കാണുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് പലർക്കും പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് താൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വേൾഡ് കപ്പിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അപ്പം അതാണ് എനിക്ക് ഫിഫ ആൻഡ് ഫുട്ബോൾ എന്നതിനോടുള്ള എൻ്റെ ഒരു അപ്രോച്ച്. ഞാൻ കുറേ കാലമായിട്ട് ഫിഫ കാണുന്ന ഒരാളാണ്. ഞാൻ വേറെ ഒരു ഫുട്ബോൾ മാച്ചസും വേറെ ഒരു ക്ലബിൻ്റെ കളികളൊന്നും കാണാറില്ല. ഞാനൊരു ക്രിക്കറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് മാങ്ങാത്തന്നെ അറിയത്തുമില്ല. ബട്ട് എനിക്കെന്തോ ഫിഫ എനിക്കിഷ്ടമാണ്. ഞാൻ ഫിഫ കാണാറുണ്ട്. ഫിഫയെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറച്ചറിയാം. പക്ഷെ അതിനകത്ത് ഞാൻ PhD എടുക്കാനുള്ള അറിവുണ്ടെന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ആരും എടുത്തിട്ട് പൊങ്കാലിടരുത്. യാ, ബട്ട് എനിക്കിഷ്ടമാണത്. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ആര് ജയിക്കും? നോ കമൻസ്. ഏച്ചി ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ചോദിച്ചാൽ ഞാൻ പോലും ഡെഫിനറ്റ്ലി ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. ഓക്കെ അല്ലാതിരിക്കുന്ന സിറ്റുവേഷനിലും ചില സമയത്ത് കുറച്ച് അനാവശ്യ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ എന്തോ ഇത് എന്ന് തോന്നും. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ എം വെരി മച്ച് ഓക്കെ ആൻഡ് ഹാപ്പി. മന്തി മേടിച്ച് തരുമോ? പിന്നെന്താ, മന്തി വാങ്ങി തരാമല്ലോ. ഞാനൊരു മന്തി പേഴ്സൺ അല്ല, ബട്ട് യാ, ഞാൻ മന്തി വാങ്ങി തരാം. വിൽ മിസ് യു. എനിക്ക് തോന്നുന്നു ഇതും എൻ്റെ ഹോസ്റ്റലിലുള്ള പിള്ളേർ അയച്ചതായിരിക്കും. എൻ്റെ ജൂനിയേഴ്സ് ആർ സോ കിടിലം പിള്ളേർ. ആൻഡ് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചി യുവർ വീഡിയോസ് ഒക്കെ സൂപ്പറാണ്. എനിക്ക് ചേച്ചിയുടെ കോണ്ടന്റ് വളരെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ആൾക്കാരിങ്ങനെ വീണ്ടും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പം ഒത്തിരി സന്തോഷം തോന്നടാ. തോട്ട്സ് ഓൺ ഗോയിങ് ഓൺ കാഷ്വൽ ഡേറ്റ്സ് വിത്ത് ഫോളോവേഴ്സ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ റിപ്ലൈ ചെയ്തായിരുന്നു. എന്തുവാടേ ഇത്? ഗോയിങ് ഓൺ കാഷ്വൽ ഡേറ്റ്സ് വിത്ത് ഫോളോവേഴ്സ്. എനിക്ക് ഇത് എന്ത് മൈൻഡിലാണ് ഇവർ ചോദിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഓക്കെ, എടാ മോനെ നീങ്ങ് വാ, നിൻ്റെ ഉള്ള ഡേറ്റ്, മോനെ നീങ്ങ് വാ, നിൻ്റെ ഉള്ള ഡേറ്റ്, ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും കൂടെ ഡേറ്റിന് പോകണമെന്നാണോ ആൾ ഉദ്ദേശിച്ചത് എനിക്കറിയണം. ആ ഒരു ടൈപ്പ് ഓഫ് സാധനം എനിക്ക് പറ്റത്തില്ല. ആൻഡ് ഇത് ചോദിച്ച ആൾക്ക് മേ ബി അങ്ങനെ പോകുന്നതിനോട് ഇഷ്ടമുണ്ടായിരിക്കാം, ബട്ട് എനിക്കില്ല, സോറി. ഏജ് എത്രയാ വക്കീല്? കറൻ്റ്ലി ഐ എം 24. കണ്ടാൽ പറയൂല, അങ്ങനെ പറഞ്ഞാൽ മതി എല്ലാവരും. ഓക്കെ. Hi Chichi, hope you are doing good. What's the thing that inspires you to study law? And
ഐ എം ഡൂയിങ് വെരി ഗുഡ്. എന്താണ് എന്നെ ലോ ചെയ്യാൻ ഇൻസ്പയർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു കേസിന് വേണ്ടി ഒരുപാട് കിടന്ന് സഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർ ഒരുപാട് ലോയേഴ്സിനെയും ഒഫീഷ്യൽസിനെയും പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ ഹെൽപ്പ് ചോദിച്ച് കോൾ ചെയ്തിട്ടുണ്ട്. അവരാരും കോൾ ആൻസർ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ അന്ന് മുതൽ അങ്ങറ്റം ഒരുപാട് സഫറിങ്സ് നമുക്ക് അതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു കേസ് വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ തൊട്ട് നൈബേഴ്സ് ആയിരുന്ന ആൾക്കാരാണ്. അവരെപ്പോഴും നമ്മുടെ നൈബേഴ്സ് തന്നെയാണ്. സോ അവരായിട്ട് നമുക്ക് കേസസ് ഉണ്ട്. ആ വീട്ടിലുണ്ടായിരുന്ന ആള് എൻ്റെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഈ ഒരു കേസിൻ്റെ പേരിൽ ഭയങ്കര മോശമായിട്ടാണ് എന്നോട് സ്കൂളിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ചെയ്യിക്കുക, എന്നെക്കുറിച്ച് ടീച്ചേഴ്സിനോട് ഭയങ്കര തോന്നിവാസങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുക, എന്നെ, എൻ്റെ വീട്ടുകാരെ ഒക്കെ. അപ്പം ഭയങ്കരമായിട്ടും ടോർച്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടിരുന്നിട്ട്, വെറുതെ ലിറ്ററലി എന്താ പറയുക, ഞാൻ ടീച്ചറാണ്, നീ ഇവിടെ പഠിക്കുവാണെങ്കിൽ ഇതൊക്കെ സഫർ ചെയ്തോ എന്നുള്ള രീതിക്കുള്ള പുള്ളിക്കാരിയുടെ അനാവശ്യമായ ഒരു അഹങ്കാരവും ഹുങ്കും എൻ്റെ മേലെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയത്. ഞാൻ ഹൈസ്കൂളായപ്പം സ്കൂള് തൊട്ടപ്പുറത്തോട്ട് മാറി. അപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചു നിൽക്കുമെന്ന്. ഇല്ല, ഹൈസ്കൂളിലുള്ള പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ തോന്നിവാസം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആ സഫറിങ്സ് വന്ന സമയത്താണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മ എന്തിനാണ് ഈ ടീച്ചർ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് വീട്ടിലിങ്ങനെ ഒരു കേസ് ഉണ്ടെന്നും അത് ഇവർക്കെതിരായിട്ടാണെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പം വീട്ടുകാർക്ക് തമ്മിൽ കേസസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ സോർട്ട് ചെയ്യണമായിരുന്നു. അല്ലാതെ ഒന്നും അറിയാത്ത ആ വീട്ടിലെ പിള്ളേരെ അതിനകത്ത് ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. അന്ന് ഞാൻ LP UP ക്ലാസ്സിൽ പഠിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തൊരു കാലം. അന്ന് മുതലാണ് ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവാത്തൊരു കേസിനാണ് ഞാൻ ഈ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ഞാൻ ആരെങ്കിലും വരുമ്പം അതിനെക്കുറിച്ച് തിരിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴൊക്കെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ഒരു സ്ഥലത്തു നിന്നും നമുക്കായിട്ട് ന്യായമോ നീതിയോ ഒന്നും നടന്നു കിട്ടുന്നില്ല എന്ന് മനസ്സിലായ സമയത്ത് എന്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കാൻ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു സാധനം വന്നു. അങ്ങനെയാണ് ലോയർ ആവുക എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വന്നത്. ഞാൻ വീട്ടിലാദ്യം പറഞ്ഞപ്പോൾ വീട്ടിലാർക്കും ഇഷ്ടമില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞാൽ ഒരുപാട് വാശി പിടിച്ചപ്പോൾ അവർ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു. ഇപ്പം ഞാൻ ലോ കംപ്ലീറ്റ് ആയിരിക്കുന്നു. കേസസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ വീട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എന്നോട് പറയും, നീ അന്ന് ലോ എടുത്തോണ്ട് ഇപ്പം നമുക്കിതൊക്കെ നോക്കി നടത്താനും എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഒരാളുണ്ട്, ഇല്ലായിരുന്നെങ്കിലോ എന്നൊരു സാധനം. സോ എൻ്റെ അപ്പനും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ലോയറായി. ഇതുകൊണ്ട് എനിക്ക് അതിനകത്തുള്ള എന്താ പറയുക, വൺ ലൈൻ ഇൻസ്പിറേഷൻ. ക്രിയേറ്റീവ് ദേവുവിനെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അറിയാമായിരുന്നു? ഇല്ല. ദേവുവിനെ എനിക്ക് വീഡിയോസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ തന്നെ ഞാനൊരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്ത സമയത്ത് പ്ലേറ്റ് കഴുകി വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ആരാണെങ്കിലും കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കണം എന്നൊരു കോൺസെപ്റ്റിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് അനാവശ്യ കമൻസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ഔട്ടായി. സോ ആ സമയത്ത് ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പോയായിരുന്നു അതിന്. ആ സമയത്താണ് ദൈവം എന്നെ മെസ്സേജ് അയക്കുന്നത്, ഇതിനകത്തൊന്നും ഡൗൺ ആവരുതെന്ന് പറഞ്ഞിട്ട്. അവൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് മെസ്സേജ് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുപോലെ ഒരു ടൈമിൽ ഒട്ടും ആവശ്യമില്ലാതെ കുറേ അനാവശ്യ ചൊറിയുന്ന മെസ്സേജസ് ആൻഡ് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമൺലി സംസാരിക്കാൻ ആ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു എപ്പോഴും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കമ്പനി ആയതാണ്. ചേച്ചി എനിക്കൊരു 400 രൂപ തരുമോ, ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനാ? ഇതിന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു, 400 രൂപയ്ക്ക് തരാം, പിന്നെന്താ മോനാണ് മോളാണെന്ന് അറിയത്തില്ല, ആരാണെങ്കിലും തരാം. പക്ഷേ 400 രൂപയ്ക്ക് ഏത് സിനിമ കാണാൻ പോണേ? ഇത്ര റിച്ച് സിനിമയ്ക്കാണ് കാണാൻ പോണേ. എനിക്കിതിന് കുറേ പേര് പറഞ്ഞു, ഇനിയിപ്പോൾ പോപ്കോണൊക്കെ വാങ്ങി ലാവിഷായിട്ട് സിനിമയ്ക്ക് പോകാനായിരിക്കുമെന്ന്. എനിവേ കൊള്ളാം. ചേച്ചി എനിക്ക് ആരുമില്ല സ്വന്തമായിട്ട്, ബട്ട് ഞാൻ ഹാപ്പിയാണ്. വാ, സോ സ്വീറ്റ്. എനിക്കിതെന്താ പറയണേന്ന് അറിയില്ല. നമുക്ക് നമ്മളില്ലടാ. അത് എനിക്കത് കൂടുതൽ ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം അങ്ങനെ സിറ്റുവേഷനൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ബട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെ തന്നെ എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ.
ഫോളോ ബാക്ക് ചെയ്യുമോ ചേച്ചി? ആരാന്നറിയാതെ ഞാൻ എങ്ങനെയാണ് നിന്നെ ഫോളോ ചെയ്യുന്നത്? ഇയാളുടെ പോസ്റ്റിന് കമൻറ്റ് ചെയ്ത് ലൈക്ക് കുറേ വീണ്ടും വാങ്ങിയിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കുന്നില്ല പ്ലീസ്. യാ അപ്പം എൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് ഇട്ടിട്ട് ഒരുപാട് ലൈക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ലൈക്ക് കിട്ടിക്കഴിയുമ്പോഴെല്ലാം എനിക്ക് കയറി ലൈക്ക് കിട്ടിയിട്ടോ കൊള്ളാം സന്തോഷമായി എന്ന് മെസ്സേജ് അയക്കുമ്പം ചിലതൊക്കെ ഞാൻ കാണാറുണ്ട്, ചിലതൊന്നും ഞാൻ കണ്ടില്ലെന്ന് വരും. യാ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ റിപ്ലൈ ചെയ്യണം ട്ടോ എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി റിപ്ലൈ ചെയ്യിക്കരുത്. നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഒരുപാട് മെസ്സേജ് റിപ്ലൈ കൊടുക്കാതെ ആയിട്ടുണ്ട്. സോ പ്ലീസ് നിങ്ങൾ ഈ സന്തോഷമായി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നു, പക്ഷേ റിപ്ലൈ മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചേച്ചി റിലേഷൻ ഉണ്ടായിരുന്നോ കോളേജിൽ? എൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഒരുപാട് അങ്ങോട്ട് ചൊറിഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. യാ എനിക്ക് കോളേജിൽ ഒരുപാട് റിലേഷൻ ഉണ്ടായിരുന്നു. നല്ല നല്ല ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര നല്ല റിലേഷൻ ആയിരുന്നു. അങ്ങനെ കിടിലം ഒരുപാട് റിലേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ. ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് യുവർ കോണ്ടൻസ് ആർ ഗുഡ്. താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ റീൽസ് കണ്ട് ബന്ധുക്കൾ വിമർശിക്കുന്നുണ്ടോ? വിമർശിക്കാൻ ഞാൻ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോകാറില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കത്തില്ലായിരിക്കും, പക്ഷേ അപ്പുറത്തും കൂടെ എന്നെക്കുറിച്ച് അപരാധിക്കുന്നുണ്ട്. ഞാനത് കേൾക്കാറുണ്ട്. ഓ അവളൊരു വലിയ റീൽസ് ക്രിയേറ്റർ എന്ന് സാധനം പറയുന്ന ഞാൻ അറിയാറുണ്ട്. ആൻഡ് അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയായിട്ട് ഞാൻ ഓരോരോ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അഥവാ അവരെങ്ങാനും കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ എന്നൊക്കെ പറയും. എല്ലാവരും ഇങ്ങോട്ട് കാണണം, ആരും കാണാതെ പോരുത്. ഇവർക്കുള്ള മറുപടിക്ക് എനിക്ക് ഇപ്പോഴിങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മായിമാരും അമ്മാവന്മാരൊന്നും ഇൻസ്റ്റഗ്രാമിലില്ല, ഫേസ്ബുക്കിലാണ് കൂടുതൽ ആക്റ്റീവ്. സോ ഫേസ്ബുക്കിൽ ഇട്ട് തുടങ്ങി, എല്ലാവരും കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചു. നെഗറ്റീവ് പറഞ്ഞ് കുറേ ആൾക്കാർ കാണും, പോസിറ്റീവ് പറയാൻ ഒരാൾ മതി, അതിലാണ് നമ്മുടെ കോൺഫിഡൻസ്. ഓക്കെ നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാർ കാണും, പോസിറ്റീവ് പറയാൻ ഒരാളാണെങ്കിലും മതി. നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് ആരെയും പോയിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. സോ വാട്ട് മെയ്ഡ് യു ചൂസ് LLB ആൻഡ് ഹൗ വാസ് യുവർ ലൈഫ് ആസ് എ ലോ സ്റ്റുഡൻറ്റ്? വാട്ട് മെയ്ഡ് മീ ചൂസ് LLB എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്തായിരുന്നു ഇൻസ്പിറേഷൻ എന്നൊക്കെ ഉള്ളത്. ഹൗ വാസ് യുവർ ലൈഫ് ആസ് എ ലോ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് കയറി ചെന്നതായിരുന്നു GLCTയുടെ ആ മണ്ണിലേക്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് വേറൊരു പുതിയ എപ്പിസോഡ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യേണ്ടി വരും. അത്രത്തോളം ക്രൈസിസും ഇഷ്യൂസും ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ. ഇവൻ പിള്ളേരുടെ സൈഡിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഹോസ്റ്റലേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങോട്ട് മഞ്ചൊറിയായിരുന്നു എല്ലാവരും. എനിക്ക് എന്താ പറയുക, എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ എൻ്റെ മൈൻഡിൽ വരുന്നത്. അത്രയും കിട്ടുന്ന പിള്ളേരാണ്. ഞാനിനി ലൈഫിലൊരിക്കലും ആ പിള്ളേരുടെ കൂടെ ഒരു ക്ലാസ് ഷെയർ ചെയ്യത്തില്ല. അത്രയ്ക്കും നല്ല പിള്ളേരായിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ലൈഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും കുതികാലുവെട്ടും എന്താ പറയുക, പരദൂഷണം, ഏഷണി, കുശുമ്പ്, കുഞ്ഞായ്മ എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. LLB പഠിച്ചതുകൊണ്ട് ചേച്ചി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ ക്യാരക്ടർ വൈസ്? ഓഫ്കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കുറേ കൂടെ ബോൾഡായി. ബിഫോർ ലോ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ബോൾഡ് അല്ലായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങളെ ഞാൻ ഫേസ് ചെയ്യാൻ പഠിച്ചത് GLCTയിൽ വന്ന പിന്നെയാണ്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യാൻ തരണം ചെയ്യുകയൊക്കെ ചെയ്തു. മുന്നെയൊക്കെ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷനൊക്കെ പോലീസ് സ്റ്റേഷനോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മളിപ്പോൾ പല കേസും പല ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലും മറ്റ് പല സ്ഥലങ്ങളും കോടതിയിലൊക്കെ കയറി ഇറങ്ങി ഇതിപ്പോൾ ഇപ്പോൾ ശീലമായി. ഇപ്പോൾ ഇതൊക്കെ ഇത് അവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി, അവിടെ അങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തി. അപ്പം എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കൂടെ ബോൾഡായി.
കാര്യങ്ങളെ കുറെ കൂടെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പഠിച്ചു. എനിക്ക് ഫേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇതൊക്കെ ഞാൻ ഇനി ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള സാധനമൊന്നുമില്ല. ഓക്കെ, വരുവാണെങ്കിൽ വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള സാധനം ഞാൻ പഠിച്ചു. മുഖം നോക്കി ഫേവർ ചെയ്യുന്ന ടീച്ചേഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? അനുഭവിക്കും, അങ്ങനെ ചെയ്യുന്നവരൊക്കെ അനുഭവിക്കും. എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം, മുഖം നോക്കി ഫേവർ ചെയ്ത പല ടീച്ചേഴ്സിൻ്റെയും മുഖങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതോടെ നിങ്ങളുടെ ജീവിതം തീരാൻ പോണില്ല. കർമ്മ എന്നൊരു സാധനമുണ്ട്, എല്ലാം വരും, ഒന്നും വരാതിരിക്കത്തില്ല. ഞാൻ പ്രത്യേകിച്ച് എനിക്കിപ്പം ഇവരെ പിന്നെ പോയിട്ട് ഒന്നും ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. ബട്ട് ഡെഫിനറ്റ്ലി എവിടെന്നെങ്കിലും ഇവർക്ക് പണി കിട്ടും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, നാണം ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? നിങ്ങളൊന്നും ടീച്ചേഴ്സിന് വിളിക്കാൻ കൊള്ളത്തില്ല. കാരണം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. നമ്മൾ ഭയങ്കര ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നൊരു പൊസിഷനാണ്. ആ പൊസിഷൻ്റെ പേര് കളയാനായിട്ട്, അങ്ങനെയുള്ള നല്ല ടീച്ചേഴ്സിൻ്റെ പേര് കളയാനായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മുഖം നോക്കി ഫേവർ ചെയ്യുക, മാർക്ക് ചെയ്യുക, ആൾക്കാരെ കുറിച്ച് തോന്നിവാസം പറയുക. ഞാൻ ഒരുപാട് അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് കഴിയുന്ന സെമസ്റ്ററിൽ പോലും എൻ്റെ മാർക്ക് വെച്ച് കുറച്ചധികം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാർക്ക് പുഴുങ്ങി തിന്നിട്ട് നിനക്കൊക്കെ എന്തോ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കൊരു തേങ്ങയില്ല, അത്ര തന്നെ. എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, ബട്ട് നേരിട്ട് പറയാൻ പേടിയാണ്. ഇതും എനിക്കൊന്ന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു. നേരിട്ട് പറയാൻ പേടിയാണെങ്കിൽ പ്ലീസ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയ ഓർ ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ്? ആൻഡ് ഐ റിയലി ലൈക്ക് യുവർ വീഡിയോസ്, കീപ് ഗോയിങ്. ഏറ്റവും പ്രൗഡായിട്ട് സന്തോഷം തോന്നിയ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റാൻഡംലി നമ്മുടെ അടുത്ത് ആരെങ്കിലും ആ വീഡിയോ ചെയ്യുന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നൊരു സാധനം. ഞാൻ സ്റ്റിൽ അത് ഫേസ് ചെയ്യാൻ ഭയങ്കര ഓക്വേർഡാണ്. എനിക്കത് എങ്ങനെയാണ് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബട്ട് എന്താ പറയുക, ആരെങ്കിലും വന്നിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, വീഡിയോ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ ശരി ആ സാധനം. എനിക്ക് റാൻഡംലി വളരെ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെയുള്ളൂ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത്, അങ്ങനെ വളരെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ റീസെൻ്റ്ലി കോളേജിൽ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ പോയ സമയത്ത് എൻ്റെ കോളേജിൽ തന്നെ പുതിയ ഗസ്റ്റ് ലെക്ചർ ആളെൻ്റെ അടുത്ത് വന്നിട്ട് ദൃശ്യമല്ലേ അവൻ അതെ, എനിക്ക് ആൾ പുതിയ ഗസ്റ്റ് ലെക്ചർ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അതെ ആരാ അപ്പം പറഞ്ഞു, ഞാനിവിടെ ഗസ്റ്റ് ലെക്ചറാണ്. ഓക്കെ മാം പറഞ്ഞോളൂ. അല്ല ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ലോ സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇവിടെയാണ് പഠിച്ചിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. സോ ഓക്കെ ശരി, എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സാധനം. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. ചേച്ചി ക്ലീ ആണോ ക്ലാറ്റ് ആണോ ക്വാളിഫൈ ആയത്? ഞാൻ ക്ലാറ്റ് എഴുതിയിരുന്നു +2 കഴിഞ്ഞ സമയത്ത്, ബട്ട് അത്ര നല്ല റാങ്ക് അല്ലായിരുന്നു. ആൻഡ് അതൊരു ജസ്റ്റ് എഴുതി നോക്കാന്നുള്ള രീതിയിൽ കോച്ചിങ് ഒന്നും എടുക്കാതെ എഴുതിയതായിരുന്നു, അത് കിട്ടിയില്ലായിരുന്നു. ക്ലീ ആയിരുന്നു എഴുതിയത്. ക്ലീ ഞാൻ +2 കഴിഞ്ഞപ്പോഴും എഴുതി, ഡിഗ്രി കഴിഞ്ഞപ്പോഴും എഴുതി. +2 കഴിഞ്ഞ് എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനത് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ബാക്കി അലോട്ട്മെൻറ്റും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സാധനമായിരുന്നു അത്. ആൻഡ് അത് ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ക്ലീ എഴുതി. ആ ക്ലീയിലാണ് ഞാൻ ക്വാളിഫൈ ആയത്, 3 ഇയർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചതൊക്കെ. സോ ചേച്ചി സ്മൈൽ കറക്ഷൻ ആണോ ചെയ്തേ അതോ ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നോ? ബിക്കോസ് യു ഹാഡ് ടൂത്ത് ഗ്യാപ്സ് ഏർലിയർ. ഞാൻ സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് ക്ലിപ്പ് ഇട്ടിരുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പല്ല് ക്ലിപ്പ് ഇട്ട ആളായിരുന്നു. എനിക്കൊന്ന് എൻ്റെ അറിവിൽ അത്രയും നേരത്തെ ക്ലിപ്പിട്ട് ആരും ഇല്ലായിരുന്നു എൻ്റെ ചുറ്റുവട്ടത്തൊന്നും കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് ക്ലിപ്പിട്ടിരുന്നു. പക്ഷെ ക്ലിപ്പിട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും എൻ്റെ ഒരു പല്ല് ഇങ്ങനെ ചെരിഞ്ഞു പോയായിരുന്നു ഫ്രണ്ടിൽ. എനിക്കൊന്ന് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം, ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു പൊട്ടൽ പോലെ പല്ലിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അത് ഞാനൊരു 2 ഇയേഴ്സ് മുന്നേ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി ഡോക്ടറോട് സംഘടന പറഞ്ഞു, ഡോക്ടറെ എൻ്റെ പല്ലൊരു പൊട്ടലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ സോൾവ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ പുള്ളി എന്ത് വെച്ച് അടച്ച് ഫില്ല് ചെയ്ത് തന്നിട്ടാണ് എൻ്റെ പല്ലിപ്പ് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഇങ്ങനെ അടുക്കി ഇരിക്കുന്ന പോലെ. എനിക്ക് ബാക്കി പല്ലെല്ലാം ഓക്കെ ആയിരുന്നു. ഈ ഫ്രണ്ടിലൊരു പല്ലിനൊരു പൊട്ടൽ പോലെ ചെറിയൊരു ചെരിവുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഗ്യാപ്പും. അപ്പം അത് പുള്ളിയാണ് എനിക്ക് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നത്. ആൻഡ് എൻ്റെ സ്മൈൽസ് എല്ലാം ബ്യൂട്ടിഫുൾ ആക്കി തന്നത് ഡോക്ടറാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത് മറ്റുള്ളവരോട് നോ പറയാൻ? എനിക്ക് തരൂ ഇച്ചിരി ധൈര്യം. സോ ധൈര്യം ഇൻ ദ സെൻസ്,
നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് നമുക്ക് ധൈര്യം തരുന്നത്. നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ധൈര്യം വരും, നമ്മൾ കുറെ കൂടെ ബോൾഡ് ആവും. അപ്പം ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് പേടിച്ചോടാൻ തുടങ്ങിയാൽ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷേ ആ ഇഷ്യൂ വരുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഇത്രേ ഉള്ളൂ, നമ്മളിതിനെ ഫേസ് ചെയ്തല്ലോ, പിന്നെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഫേസ് ചെയ്യാനുള്ള ആ ഗട്ട്സ് അതിനകത്ത് തന്നെ കിട്ടും. സോ അത്രേ ഉള്ളൂ. അസിസ്റ്റന്റ് LLB ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ബിടെക് ഗ്രാജുവേറ്റ് ആണ്, ഔട്ട്സൈഡ് കേരള ആണോ ചെയ്യുന്നതാണോ ഈസി? ഓക്കെ, ഔട്ട്സൈഡ് കേരള ആണോ കേരളത്തിൽ ചെയ്യുന്നതാണോ ഈസി? ഡിസ്റ്റന്റ് LLB എന്നുള്ള സാധനം പണ്ട് ഈ ഗവൺമെന്റ് ലോ കോളേജിലൊക്കെ എനിക്ക് തോന്നുന്നു ഈവനിങ് ബാച്ചസ് ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറേ കാലമായിട്ട് നിർത്തി. ഇപ്പം ട്രിവാൻഡ്രം ലോ അക്കാദമിയിൽ ഈവനിങ് ബാച്ചസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒന്നും എനിക്ക് അറിയത്തില്ല. ആൻഡ് ഏജ് ലിമിറ്റ് ഇല്ല. LLB ചെയ്യാൻ അങ്ങനെ ഏജ് ലിമിറ്റ് എന്നൊരു സാധനമില്ല. ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ക്ലീ എഴുതിയിട്ട് അങ്ങനെ ഒരു സ്കീമില്ല, നമുക്ക് എൻട്രൻസ് എഴുതി അങ്ങനെ ചെയ്യുന്നൊരു സ്കീമില്ല. ലോ അക്കാദമിക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഫെർദർ ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും സ്റ്റോറീസിലോ എന്തെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹായ് ചേച്ചി, കോഴ്സ് കഴിഞ്ഞോ? പ്ലീസ് റിപ്ലൈ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോഴ്സ് കഴിഞ്ഞു, ഇപ്പം വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു. റിപ്ലൈ നേരിട്ട് കാണാമെന്നുള്ള സാധനം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലിരിക്കുക, ഇവിടെ വരിക, കാണാം, പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരിക, നമുക്ക് കാണാം, ഇരുന്ന് സംസാരിക്കാം. പിന്നെ നേരിട്ട് കാണാൻ പറ്റുമോ, കാണാൻ വന്നോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കുറച്ച് ക്രീപ്പി ഫീല് തോന്നും. അപ്പം അങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കും റിപ്ലൈ ചെയ്യാത്ത. കൂടുതൽ ഇങ്ങനത്തെ മെസ്സേജ് വരുന്നത് എനിക്ക് മറ്റേ ആരാ എന്താ ഏതാണെന്ന് അറിയാത്ത കുറേ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാത്തത്. എന്തെങ്കിലും നേരിട്ട് കാണുമോ? ഒരു ഫാനാണ് എന്ന നിലയ്ക്ക് എനിക്ക് സംസാരിക്കാവോ? ജാടയിടുവോ? എന്താണ് ജാടയിടുവെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഞാൻ അങ്ങനെ ജാടയിടുവോ ഇരുന്നിട്ട്? എൻ്റെ അടുത്ത് നേരിട്ടൊന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ മാക്സിമം ഇപ്പം സംസാരിക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ആ ഇന്ന ആളിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഞാനോ അയ്യോ മീൻസ് നമ്മൾ തീരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അതെ ഞാനോ എന്താ ഓക്കെ പെട്ടെന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ കിളി പോയി ഇങ്ങനെ നിൽക്കും. അപ്പം നിങ്ങൾക്ക് ജാടിയാൻ തോന്നും, പക്ഷെ ജാടിയല്ല, സത്യം കിളി പോയി നിൽക്കുന്ന കേട്ടോ. നോസ് റിങ് ഇടാമോ? ക്യൂട്ടായിരിക്കും ഇയാൾക്ക്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഇട്ടപ്പോൾ ഞാൻ ഊരിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഊരാൻ പേടി, ഇനി തിരിച്ചിടാൻ നേരത്ത് ഭയങ്കര പെയിൻ ആയാലും ഓർത്ത്. അതുകൊണ്ട് ഞാൻ ഊരി നോക്കണം. I am one of your fan. I really enjoy watching your reels and want to say hello. Keep up the great work. Thank you so much. ചേച്ചിയുടെ ബ്രോ ഇപ്പൊ സിംഗിൾ ആണോ? ഇത് ഞാൻ കുട്ടനത്തിനെ കാണിച്ചിരുന്നു. അപ്പൊ കുട്ടനത്തിനോട് പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് ആരോ മനഃപൂർവ്വം ഇട്ടതാ, നീ അത് മൈൻഡ് ആക്കണ്ട. ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് കസിൻസ് എല്ലാവരും സ്നേക്ക് ആണോ? ഡെഫിനറ്റ്ലി അല്ല. മൈ കസിൻസ് ആർ ലൈക്ക് കസിൻസിൽ എനിക്ക് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദം ഇസ് വെരി നൈസ് പേഴ്സൺസ്. എനിക്കെന്താ പറയുക, എനിക്ക് ഭയങ്കര നല്ല രീതിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ മൈ കസിൻസ് ആർ വെരി ഗുഡ് പേഴ്സൺസ്. യാ, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ആക്ട് ചെയ്ത് പണി തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കറൻ്റ്ലി എൻ്റെ കൂടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. യാ, കുറേ നാളായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. സോ ഐ എം വെരി ഹാപ്പി. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വൺസ് അപ്പോൺ എ ടൈം എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ക്വാർട്ടർ ലൈഫ് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടോ? I am 25 and I am feeling so inadequate and baseless in life right now. Yeah, of course. ഞാനൊരു ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഇനിയിപ്പോൾ ഞാൻ പറയും എൻറോളായി പ്രാക്ടീസിന് പോകാമെന്നൊക്കെ. പക്ഷേ എവിടെ, എന്ന്, എപ്പം, ആരുടെ കീഴിൽ, എന്തായിരിക്കും ബാക്കി, വർക്കിന് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയില്ല. സോ ലൈക്ക് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു സാധനത്തിൽ. വാട്ട് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യനിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ യാ, ആൻറ്റിയെ കുട്ടി എന്ന് വിളിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ആൻറ്റി ഉദ്ദേശിച്ച് എന്നെയാണോ? എന്നെ കുട്ടി എന്ന് വിളിക്കുന്നവരോട് ഒന്നും പറയാനില്ല.
ഇത്രയൊക്കെയായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന എൻജിൽ മെസ്സേജസ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ റിപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ എൻജിൽസ് പരിപാടീസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇങ്ങനെ കുത്തിയിരുന്ന് റിപ്ലൈ തരാം. സോ ദാറ്റ്സ് ഇറ്റ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നത്. ശരിയായല്ലോ എന്ന് അറിയത്തില്ല. എനിവേ ബൈ ബൈ ഗൈസ്.